നമ്മുടെ ജ്യോതിർലിംഗ യാത്രയുടെ 6ാം ദിവസം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഇന്നലെ നമ്മളിവിടെയാണ് കിടന്നുറങ്ങി. ഇന്നലെ ബിഗ് ഇപ്പോഴും ഉറക്കത്തിലാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ്, വലിയ റൂമാണ്. നമ്മളിവിടെയാണ് ഇതിനു മുമ്പ് തീർത്തെടുക്കാൻ വന്നപ്പോൾ താമസിച്ചത്. പിന്നെ അച്ചിങ്ങ ആണ് ഉച്ചക്കത്തേക്ക്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ലൊരു കുക്കിംഗ് ഏരിയയാണ്. പിന്നെ അതുകൂടാതെ ഇവിടെ അലക്കിടാനും കാര്യങ്ങൾക്കൊക്കെ സൗകര്യമുണ്ട്. ഒരു വീട് പോലത്തെ ഒരു അന്തരീക്ഷം നമുക്കിവിടെ കിട്ടും. അതാണ് എൻ്റെ പ്രത്യേകത. നമ്മൾ പുറത്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. കാരണം AC ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അകത്ത് കുക്ക് ചെയ്യുന്നത് ശരിയാവില്ല. അത്യാവശ്യം സാധനങ്ങളൊക്കെ അലക്കിയിട്ടു. അങ്ങനെ എടുത്ത ഇടിയഞ്ചക്ക വെച്ച് ഇന്നൊരു കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ മറ്റുള്ള കറികളൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഉരുളക്കിഴങ്ങ് കറിയുണ്ട്. പിന്നെ ഇത് രാവിലത്തേക്കുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്, വെജിറ്റബിൾ ഉപ്പുമാവ്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇന്നലെ എടുത്ത നമ്മുടെ ജാർഖണ്ഡിൽ നിന്ന് എടുത്ത ജാർഖണ്ഡല്ല നമ്മളെടുത്ത് ഇടിയൻ ചക്ക. ഇതിൻ്റെ ഇപ്പം റെഡിയാവും. ഓക്കെ, ഇപ്പോഴും ബിഗ് ഉറക്കത്തിലാണ് കേട്ടോ. സമയം 8 മണിയായി. ഇവിടെ പിന്നെ നമ്മൾ എല്ലാം അലക്കിയിട്ട് കേട്ടോ, അത്യാവശ്യം എല്ലാം അലക്കിയിട്ട് ഇതുവരെയുള്ളതൊക്കെ അലക്കിയിട്ട് ഇന്നെടുത്ത നമ്മുടെ മുരിങ്ങാക്കോലാണ്. അതും ഉരുളക്കിഴങ്ങ് ഇട്ടുള്ള കറിയാണെന്നുള്ള അത് രണ്ടും നമുക്ക് അല്ലേ ഉച്ചക്കത്തേക്കും രാവിലത്തേക്കും ഒക്കെ രാത്രിയിലത്തേക്കും ആയിട്ട് ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മുരിങ്ങാക്കോലാണെങ്കിൽ ചോദിച്ചിട്ടാണ് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ നമ്മളെ ചക്ക ഇടിയൻ ചക്കയാണെങ്കിലും അവിടുത്തെ ചോദിച്ചു ഒരു ഓക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ എടുത്തത്. ഇടിയൻ ചക്ക റെഡി ആയിട്ടുണ്ട്. കണ്ട കറി റെഡി. തേങ്ങ വറുത്തരച്ചൊക്കെയുള്ള കറിയാണ്. ഓക്കെ, ഇനി അതുകൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉപ്പുമാവ് കഴിക്കണം, കുളിക്കണം, ഉപ്പുമാവ് കഴിക്കണം. അത് പോകണം. ഒരുത്തന് ഇപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്. ഇപ്പോൾ രാവിലത്തെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഇത് ഉപ്പുമാവ്, പിന്നെ അവൽ മിച്ചർ, പപ്പടം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ട് സാധനങ്ങൾ, അത് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ കാപ്പി റെഡി ആയിട്ടുണ്ട്. ബിഗ് കുളിക്കുകയാണ്. കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ കഴിക്കും. അത് കഴിഞ്ഞ് ദർശനത്തിന് പോകുമ്പോൾ കാണാം. ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളമൊക്കെ എടുക്കണം. നല്ല തണുത്ത വെള്ളം കിട്ടും കേട്ടോ. കാശിയൊക്കെ നല്ല ചൂടാണ്. ഇവിടെ അപ്പുറത്ത് പണി കിടക്കണ്ട, അതിൻ്റെ ഒരു ചെറിയ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പുറത്ത് പണി കിടക്കണ്ട, അതിൻ്റെ കുറച്ച് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നല്ല തണുത്ത വെള്ളം, അടിപൊളി വെള്ളമാണ്. നമുക്ക് പാചകത്തിനൊക്കെ നമ്മൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല തണുത്ത വെള്ളം. ഓക്കെ, ഇതാണ് നമ്മുടെ റൂം. നമ്മുടെ വണ്ടി ഇട്ടേക്കുന്ന ഇവിടെയാണ് അല്ലേ, ഇത് ബാക്ക് സൈഡാണ്. നമുക്ക് ഇങ്ങനെ പോകാം. നമ്മുടെ മുന്നോട്ട് നമുക്ക് നേരെ ഇങ്ങനെ പോയിട്ട് അവിടെ പഠിക്കണം. ഓക്കെ അല്ലേ, എവിടെയാണ്? ചോട്ടി കൈബി എന്ന് പറയും. ചോട്ടി കൈബിയിൽ ഞാനിപ്പോൾ വന്നിട്ട് 2-3 തവണ ഇവിടെ താമസിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ സ്വന്തം വീട്ടിൽ താമസിക്കണ പോലെ നമുക്ക് താമസിക്കാം. കാരണം പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഫ്രീഡം അവർ തരുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റെപ്പ് വഴിയാണ് മുകളിലോട്ട് പോകുന്നത്. നമ്മൾ 3-ാമതല്ല. ഗായ്സ്, നമ്മളത് ആ ദർശനത്തിന് പോകാൻ പോകണേണ്. എല്ലാവരും കണ്ട്
ഇന്ന് ഭയങ്കര ചൂടാണ്. ചൂട് പൊതുവെ ഇവിടെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തിരക്കുറവായിരിക്കും എന്ന് പറയണത്. ഇപ്പോൾ 10:30 സമയം. അതെ അതെ. ഇവിടെ നിന്ന് ടുക് ടുക്ക് കിട്ടും, അതിന് കയറി നമ്മൾ പോകണം. ഒരു ടുക് ടുക്ക് വിളിച്ച് ഒരാൾക്ക് 20 രൂപ. ഞാൻ അവിടെ ഇരിക്കണം. നീ അവിടെ ഇരുന്നു. ഓക്കെ, ഗൈസ് ഇവിടുത്തെ ചായ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഭയങ്കര ചൂടാണ്. ഇവിടെ കൽക്കരിയിലാണ് എല്ലാം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കണ്ടതിൽ കൽക്കരിയാണ് കൂടുതലും ഹോട്ടലുകളിലും ഇങ്ങനത്തെ സംഭവങ്ങളുള്ളത്. നല്ല വെയിലാണ്. ടുക് ടുക്ക് ഒരു 1/2 കിലോമീറ്റർ മുമ്പ് നിർത്തും. തലയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് വന്നില്ലെങ്കിൽ നല്ല പണിയാണ്. നല്ല വെയിലുണ്ട്, നല്ല ചൂടുമാണ്. നമ്മളെ നിർത്തിയെടുത്തുനിന്ന് റിക്ഷകൾ ഉണ്ട്. അപ്പോൾ റിക്ഷകൾക്ക് ഇതേപോലെ തന്നെ 10 രൂപ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ റിക്ഷകൾക്ക് നമുക്ക് വരാം. പക്ഷേ അതൊക്കെ ഇവിടം വരെയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നടന്ന് തന്നെ പോകണം. വലിയ കാര്യമില്ല. റോപ്പ് വേയുടെ വർക്കാണ് നടക്കുന്നത്. കേട്ടോ, പുതിയ റോപ്പ് കൂടിയാണ്. അപ്പോൾ നമ്മൾ അതിൽ കയറി ഇരുന്നാൽ അമ്പലത്തിൻ്റെ അടുത്ത് വരെ പോയി ഇറങ്ങാം. പുതിയതായിട്ട് വന്നെയുള്ളത് അതിൻ്റെ പണിയാണ് ഇവിടെ നടക്കുന്നത്. അമ്പലത്തിനടുത്ത് എത്താറായപ്പോൾ നല്ല തിരക്ക് കാണുന്നുണ്ട്. ദർശനത്തിന് വലിയ തിരക്കുണ്ടാവൂലെന്നാണ് അവിടെ മഠത്തിൽ നിന്നൊക്കെ പറഞ്ഞത്. വെയിലില്ലാത്ത ഭാഗത്താണ് ആൾക്കാർ കൂടുതൽ നടക്കണം. അവിടെ ഈ ഭാഗം നല്ല തിരക്കുണ്ട്. ഉള്ളിലോട്ട് കയറി ഇവിടെ ഇങ്ങനെയുള്ള സംവിധാനമുണ്ട്. പക്ഷെ അവരുടെ ഇത് പ്രസാദം നമ്മൾ മേടിക്കണം. പ്രസാദം മേടിച്ചു കഴിഞ്ഞാൽ ഫ്രീ എന്ന് പറയും. പക്ഷെ 100 രൂപ എടുത്ത് പ്രസാദത്തിന് വരും വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ ഈ ക്യൂവിൽ കയറി ദർശനത്തിന് പോകാൻ പോകും. നമ്മുടെ ദർശനം ഏതായാലും കഴിഞ്ഞ് അടിപൊളി ദർശനമായിരുന്നു. വലിയ തിരക്കില്ല. എനിക്കാണെങ്കിൽ മാലയൊക്കെ ഇട്ടു. മാലയൊക്കെ ഇട്ട് കൊടുത്ത് 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ദർശനം കഴിഞ്ഞ് ഇറങ്ങി. ഇവരൊക്കെ ഞങ്ങൾ 2 പ്രാവശ്യം കയറി, 2 തവണ കയറി. പഞ്ചാമൃതം കിട്ടി. രണ്ടാമത് കയറിയപ്പോൾ പഞ്ചാമൃതം കിട്ടി. നല്ല ദർശനമായിരുന്നു. സന്തോഷത്തിലാണ് അവര്. മാലയൊക്കെ ഇട്ട് പിന്നെ നമുക്ക് ഇറങ്ങാം. നല്ല വെയിലുണ്ട്. കയറാനുള്ള ലൈനാണിത്. വലിയ ക്യൂ ആയി. നമ്മ വന്നപ്പോ ഇത്ര ഉണ്ടായിരുന്നില്ല. ഇതാണ് രാംകുണ്ട്. അത് മാത്രമല്ല, നമ്മവിടെ ശിവനെ മാത്രമല്ലാണ്ട് നമ്മ ശ്രീരാമനെയും കണ്ടല്ലേ? അതെ. നമ്മള് വീട്ടിൽ പോണാണ്. നമ്മ ഒരു സാധനം കൂടി മേടിച്ചു കൊടുത്ത അതൊന്ന് കാണിച്ചു കൊടുത്തേ. അതെ, ഇതാനാ അവര് പറഞ്ഞത് റംബൂട്ടാണെന്നാണ്. പക്ഷെ ഇത് ലിച്ചിയാണ്. ലിച്ചി നല്ല ടേസ്റ്റ് ഉണ്ട്. കറക്റ്റ് ആ വിത്തിന് എല്ലാം പോരണ്ട്. റംബൂട്ടാനാണെങ്കിൽ അങ്ങനെ വരൂല. റംബൂട്ടാൻ വരത്തില്ല. പക്ഷെ ഇത് വിത്ത് മാത്രമായിട്ട് കൈ കിട്ടുന്നുണ്ട്. നമ്മള് നമ്മുടെ ഉച്ചക്കത്തെ ഊണ് റെഡി ആയിട്ടുണ്ട്. ഭക്ഷണം നമ്മുടെ ഇടിയൻ ചക്ക വറുത്തരച്ച കറി, പിന്നെ ചോറ്, ഇന്നലെ അവിടെ നിന്ന് എടുത്ത ഇതാണ് ചക്കയാണ്. ഇടിയൻ ചക്ക അവിടെ നിന്ന് എടുത്തത്. പിന്നെ അതേ മുരിങ്ങാക്കോല്, നമ്മുടെ ഒറീസയിൽ നിന്ന് എടുത്ത മുരിങ്ങാക്കോല്, പിന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ അതുകൂടാതെ പരിപ്പ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാൻ പോകണം. ബിഗു എണീക്കടാ. പുറത്ത് ഭയങ്കര ചൂടാണ്. ഇവിടെ മാത്രമാണ് ഇത്തിരി തണുപ്പുള്ളത്. AC-യുടെ മൂട്ടിക്കിടക്കണ തണുപ്പാണ്. പുറത്ത് നല്ല ചൂടാട്ടോ. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. ബിഗുവിൻ്റെ അവതരണം അടിപൊളിയാണോ? അതെ അതെ അതെ, എന്ത് പറയാൻ. അതെ ഗൈസ്, അപ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മൾ കോയമ്പത്തൂർ പോയി, മല്ലികാർജുന പോയി, സിംഹാചലം പോയി, പുരി, കൊണാർക്ക്, ബാബ വദിയാനാഥ്. ഇനിയിപ്പോൾ കാശിയിലാണുള്ളത് നമ്മൾ. അതെ, ഇപ്പോൾ നമ്മൾ കാശിയിലെ ആരതി കാണാനായിട്ട് പോവാണ്. പിന്നെ അതുകൂടാതെ ഘാട്ടുകളുണ്ട്, കുറേ ഘാട്ടുകളുണ്ട്. ഇപ്പോൾ ആ ഘാട്ടുകൾ, മണികർണിക ഘാട്ടാണ് ഏറ്റവും ഫേമസ്, നമുക്കറിയാം. അപ്പോൾ അത് കാണാനായിട്ട് പോവാണത്. ഞങ്ങൾ ടുക് ടുക്ക് വന്നിരിക്കുന്നു. അത് നമ്മുടെ ടുക്കല്ലേ? അതെ, നമ്മൾ നേരത്തെ തന്നെ വന്നപ്പോൾ പുള്ളിയുടെ നമ്പർ മേടിച്ചായിരുന്നു.
അപ്പോൾ ആ ടുക്ടുക്കിൽ കയറി പോവാണ്. 150 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, വരും, അത്ര ഒക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോണത് ഹരിശ്ചന്ദ്ര ഘാട്ട് എന്ന് പറഞ്ഞ ഘാട്ടിലാണ്. ഇത് ഈ വഴി കൂടിയൊക്കെയാണ് നമ്മൾ പോണത്. വലിയ ഭയങ്കര തിരക്കുണ്ടാകത്തോടെ കയറാൻ തന്നെ. അകത്തോട്ട് കയറാം. അപ്പം അങ്ങോട്ട് അകത്തോട്ട് കയറണം. അതാണ് ഘാട്ട് ഗൈസ്. അപ്പം നമ്മൾ അകത്തോട്ട് കയറണം. വെള്ളം ഭയങ്കര കുറവായതുകൊണ്ടാണ് നമുക്ക് നടക്കാൻ പോയാൽ പറ്റുന്നതാണ് അവർ പറഞ്ഞത്. ഗൈസ് നമ്മളത് കയറാൻ പോവുകയാണ്. നമ്മുടെ ബോട്ട് ഇതാണ്. 500 പറഞ്ഞെങ്കിലും നമ്മൊരു 300 ഇതാക്കി നമുക്ക് കയറായതായാലും. നമ്മൾ ഗംഗാരതി കാണാനായിട്ടും പിന്നെ അതുകൂടാതെ കുറച്ച് ഘാട്ടുകൾ കാണാനായിട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മൾ കൂടുതൽ പേശി പറഞ്ഞാൽ എന്തെങ്കിലും നടക്കുള്ളൂ. ഇപ്പം നമ്മൾ പേശിയിട്ടുണ്ട്. പൈസ മാക്സിമം കുറച്ചാണ് പോണത്. അല്ലാതെ കൂടുതൽ നമ്മൾ മേടിക്കാൻ പറ്റില്ല. അത് ഇത് കണ്ടത് ഇവിടെ ശരിക്കും ഈ പച്ച ഷീറ്റ് കാണുന്ന അത്രയും മുകളിൽ വെള്ളം കയറാറുണ്ട്. മുകളിൽ സാധാരണ ജൂൺ ജൂലൈ മാസത്തിൽ. ഇപ്പം അത്രയും വെള്ളമില്ല. ഇപ്പം ഒരു 30-35 അടി താഴ്ചയാണ്. അതും താഴ്ചയുണ്ട്. അത് താഴ്ചയാണ്. 35 അടി ഉണ്ട്. 80 അടിയുടെ അടുത്ത് വരുന്ന 10-80 അടി വരെ പൊങ്ങും. ഇപ്പം 35 അടിയൊക്കെ താഴ്ചയുണ്ട്. അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നമ്മളങ്ങനെ ബോട്ട് എടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഫുള്ളായി ബോട്ട് അല്ലേ? ബോട്ട് ഇവിടെ നിന്ന് എടുത്തു ഫുള്ളായി. നേരത്തെ ഇതിനേക്കാൾ ഫുള്ളായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇറക്കി 6:30 ആയല്ലേ? 6:30 കറക്റ്റ്. 6:30 വാച്ചെടുത്തില്ല. 8 മണി വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഗംഗാരതി ആയിരിക്കും അല്ലേ? അല്ല ആദ്യം എവിടെയെങ്കിലും ഘാട്ടായിരിക്കും. കാരണം അറിയില്ല, നമുക്ക് നോക്കാം. ഇവിടെ നടുക്ക് ഇതാണ് കേട്ടോ കാര്യം കേട്ടോ അല്ലേ? ഗംഗയുടെ നടുക്ക് കാര്യമാണ് ഇപ്പം. അതൊരു സൈഡാണ്. ആ സൈഡായി. ഹരിശ്ചന്ദ്ര ഘാട്ട് 2 സ്ഥലങ്ങളാണ് ബോഡി കത്തിക്കുന്നത്. ഹരിശ്ചന്ദ്ര ഘാട്ടും പിന്നെ പ്രധാനപ്പെട്ട മണികർണിക ഘാട്ട്. राजा हरिश्चंद्र घाट जो सत्यवादी राजा हरिश्चंद्र महाराज थे, यहाँ नौकरी करते थे डेड बॉडी जलाने का काम. यहाँ पे डेड बॉडी जलने का काम चलता है. हाथ जोड़ के नमस्कार कर लीजिए सभी लोग. राजा हरिश्चंद्र घाट മഹാരാജാവ് നിലകൊണ്ട ഘാട്ടാണത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശ്മശാനത്തിലെ ജോലി ചെയ്തതായിട്ടൊരു കഥയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഘാട്ടാണ് ഹരിശ്ചന്ദ്ര ഘാട്ട്. बगल में घाट का नाम है लाली घाट. ऊपर में लाली बाबा गोरी आश्रम है. लाली घाट. घाट का नाम है विजयनगरम घाट. आंध्र प्रदेश के राजा श्री कृष्णदेव राय का. उसके बाजू में केदार घाट है. ऊपर में गौरी केदारेश्वर जी का मंदिर है. स्वयं शंभू लिंग केदार घाट. കേദാർ ഘാട്ട് നമ്മൾ കേദാർ ഘാട്ട് വഴിയാണ് വന്നത് കേട്ടോ. കേദാർ ഘാട്ടാണ് ശരിയാണ്. ഒട്ടക ലാസ്റ്റ് നടുക്കല്ലേ? നടുക്ക് ഒട്ടകത്തിന് घाट का नाम है चौकी घाट. ये कलकत्ता रानी रासमणी का है. यहाँ ब्रिटिश के जमाने में पुलिस चौकी हुआ करता था, इसलिए घाट का नाम है चौकी घाट. ചൗക്കി ഘാട്ട്. ചൗക്കി ഘാട്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന പറഞ്ഞ പണ്ട് മറ്റേ ഭരണ സമയത്ത് ഇംഗ്ലീഷുകാർ ഭരിച്ച സമയത്ത് പോലീസിന്റെ ഇതുണ്ടായിരുന്നു. അതാണ് ചൗക്കി ഘാട്ട്. ये सामने पीला वाला मंदिर है. घाट का नाम है चमेश्वर घाट. ये चमेश्वर महादेव जी का मंदिर है. काशी में कोई भी भूल चूक हुआ घर में हाथ जोड़ के क्षमा मांगने से क्षमा प्राप्त हो जाएगा. चमेश्वर महादेव जी का मंदिर है.
पर आंध्रा आश्रम के अंदर मानसरोवर नाम का कुंड है। रेड कलर का बिल्डिंग है, पेड़ के पास घाट का नाम है नारद घाट। जब राम जी वनवास काटने के लिए जा रहे थे तो नारद मुनि इधर स्नान कर लिए। यहाँ के लोकल लोग भी इस घाट पे स्नान नहीं करते। यहाँ का मान्यता है कि हस्बैंड और वाइफ साथ में स्नान करे तो आपस में झगड़ा चालू हो जाता है, इसलिए यहाँ कोई भी स्नान नहीं करता है। നാരദ് ഘാട്ടാണ്. അവിടെ ഭാര്യയും ഭർത്താവും കൂടി കുളിച്ചു കഴിഞ്ഞാല് തമ്മിൽ അടിപിടിക്കും. അതുകൊണ്ട് അവിടെ ആരും കുളിക്കാറില്ല. അതാണ് ഏഷ്യണി വരുത്തും എന്നാണ് പറയണത്. बबुआ पांडे घाट, ये कलकत्ता के काली घाट बबुआ पांडे जी का है। ऊपर में उनका कड़ा भी है, ये सामने वाला डाल वाला। ये सामने जो भी घाट का नाम बताएंगे आपके सामने लिखा होगा घाट का नाम ബബുവ पांडे घाट। बगल में घाट का नाम है पांडे घाट। जो महाभारत के 5 पांडव थे उनका है पांडे घाट। പാണ്ഡേ ഘാട്ട് പാണ്ഡവരുടെ ആണെന്നല്ലേ പറഞ്ഞത്? പാണ്ഡവരുടെ सामने वाला घाट का नाम है दिग्विजय घाट। ये पश्चिम बंगाल के राजा का सुबह शाम हरे रामा हरे कृष्णा किया जाता है। दिस्प्रदिया घाट महाराजा जी का। इसके बाजू में ये दरभंगा घाट है। राणा बिहार के प्रतापिന്റെ राजा के समय घाट। विश्रामा पैलेस के नाम से नया होटल खुल गया दरभंगा घाट। പക്ഷെ അത് നല്ല രസമുണ്ടല്ലേ? അത് പുതിയതാണെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇല്ല, റാണാ പ്രതാപിന്റെയാണ്. റാണാ പ്രതാപ് ഇല്ല, അത് റാണാ പ്രതാപിന്റെ ആണ്. അത് ദർബാർഗിക ഘാട്ടാണ്. ഇതാണ് റാണാ പ്രതാപിന്റെ. ഇതാണോ? ഇത് വേറെ, ഇത് പുതിയതായിട്ട് വേണ്ടതാണ്. मुंशी घाट, मुंशी प्रेमचंद हिंदी राइटर जी का मुंशी घाट। सर यहाँ कितना गड्ढा होता है? यहाँ पे 70 फीट। അവിടെ അല്ലേ ഗംഗാരതി അല്ലേ? ഗംഗാരതി നടക്കുന്ന സ്ഥലം അതാണ്. അവിടെ തന്നെ ബോട്ടായി ഇപ്പൊ തന്നെ നോക്കി. ബോട്ടൊക്കെ നിറഞ്ഞു നമുക്ക് കാണാൻ പറ്റുമെന്ന് ഇവിടെ ഉണ്ടോ? അവിടെ കുറച്ച് സ്ഥലത്തുണ്ടാവും, 2 സ്ഥലത്തായിട്ടല്ലേ? ये घाट का नाम है अहिल्याबाई घाट। अहिल्याबाई होलकर इंदौर की रानी जो काशी विश्वनाथ शिवलिंग को स्थापना की थी। पंजाब के राजा रणजीत सिंह महाराज जी 22 मन सोना दान किए थे। उनके बाजू में घाट का नाम है दशाश्वमेध घाट। ये काशी का मेन घाट है। मेन गंगा आरती इसी जगह होगा। अभी इधर गंगा आरती देखिए, इसके बाद जाएंगे अभी मणिकर्णिका घाट तक, आगे पहुंच जाएगा। ഭാരതി കാണാം. അപ്പൊ ഭാരതിയുടെ സമയത്ത് നമുക്കിനി കാണാം കേട്ടോ. ഇവിടെ സ്റ്റേ ആണ് ഇനിയിപ്പോ. എല്ലാ ബോട്ടിന്റെ ഇടക്കാണല്ലേ? കിടക്കാണ്. ഇല്ലല്ല, ഹോട്ടലുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. അവിടെയാണ് ഒരു ബോട്ട് കാരണം മാത്രം നമുക്ക് മൂന്ന് സ്ഥലം മാത്രം കാണാൻ പറ്റുള്ളൂ. അവിടെ ഒരു ബോട്ട് കിടക്കണമുണ്ട്.
ഗൈസ്. അപ്പം ഇനി നമ്മൾ പോകാൻ പോണത് ഓരോരോ ഘാട്ട് കാണാനാണ്. കുറച്ച് ഘാട്ട് കണ്ട് ഇനി നമ്മൾ നേരെ പോണത് മണികർണിക ഘാട്ടിലോട്ടാണ്. അപ്പം നമ്മളെ ബോട്ട് അവിടെ നിന്ന് എടുത്തേക്കുന്നാണ്. അവിടെ ആരതി കഴിഞ്ഞ് ഏകദേശം. ഏതായാലും കാണിച്ചു തരാം. നമ്മുടെ ബോട്ടേ കുറേ ബാക്കിലായി പോയി. അത് മാത്രമല്ല ഒരു വലിയ ബോട്ട് നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പറ്റണ അത്ര എടുത്തിട്ടുണ്ട് ഏതായാലും. പിന്നെ നമ്മ ഇങ്ങോട്ടേക്ക് ബാക്കിൽ ഭയങ്കര തിരക്കുണ്ട്. ബാക്കിലത്തെ ബോട്ടൊക്കെ എടുത്ത് പിന്നെ കൈയൊക്കെ മാറ്റാൻ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഇവിടെ പ്രശ്നം എന്തൊക്കെയോ പ്രശ്നമൊക്കെ നടക്കണ്ടായിരുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. ഏതായാലും നല്ലോണം തൊഴാൻ പറ്റും. എന്തായാലും നല്ലോണം തൊഴാൻ പറ്റി. അപ്പം നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. അത് മാത്രമല്ല ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഓരോരോ ക്രൂയിസുകളുണ്ട്. കണ്ട ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഓരോരോ ക്രൂയിസുകളാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനത്തെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നമ്മുടെ അവിടുത്തെ റോറോ പോലത്തെ ഒരു സംഭവമാണ് ഇവിടെ. പിന്നെ ഡബിൾ ഡക്കറും. ഡബിൾ ഡക്കർ ഇത്തിരി കൂടി നല്ല ഓപ്ഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ മോളിൽ നല്ലോണം കാണാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്. അമ്പലത്തിൽ പോകേണ്ടവർക്കും പിന്നെ മണികർണിക ഘാട്ടും അവിടെ പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാവുന്നതാണ്. പിന്നെ ഇവിടെ മണികർണിക ഘാട്ടിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മൊരു ശിവക്ഷേത്രമാണ് കാണുന്നത്. അത് ഭയങ്കരമായിട്ട് ചരിഞ്ഞാണ് ഇരിക്കണത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഒരു ദാസ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി പണിതപ്പോൾ അഹല്യാബായിക്ക് ദേഷ്യം വന്നിട്ട് ശപിച്ചപ്പോൾ ചരിഞ്ഞു പോയതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മണികർണിക ഘാട്ടിൻ്റെ തൊട്ട് സൈഡിലായിട്ടുള്ളതാണ്. കാണാൻ നല്ല രസമുണ്ട്. കണ്ടില്ലേ, ചരിഞ്ഞിരിക്കുകയാണ് നല്ലോണം. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങണം. ഏതായാലും അവിടെ കണ്ടില്ലേ കുറേ മരത്തിൻ്റെ. നമ്മളങ്ങോട്ട് പോകും. ഇപ്പം മണികർണിക ഘാട്ട് നമ്മൾ പോകും. നമ്മുടെ ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ബ്രഹ്മഘാട്ട്, പഞ്ചഗംഗാ ഘാട്ടൊക്കെ കിട്ടും. ബ്രഹ്മഘാട്ടിലാണ് നമ്മുടെ കാശിമഠം. നമ്മളെ സംബന്ധിച്ച് കാശിമഠത്തിൽ നിൽക്കുന്നതാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ നിൽക്കണ തുല്യമാണ്. പക്ഷേ അവിടെ വരെ വണ്ടി പോകില്ല. നമ്മുടെ വണ്ടി പോയാലേ നമുക്ക് കുക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനെ മൂന്നാം നില വരെ എത്തിക്കണം. ഇത് അത് അവിടം വരെ എത്തിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിരുന്നത്. ശരിക്കും ഇവിടെ അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് നേരെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ബ്രഹ്മഘാട്ട്, പഞ്ചഗംഗാ ഘാട്ട് അങ്ങനെ പോവാം. ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഹരിചന്ദ്രഘാട്ട്, കേദാർഘാട്ടൊക്കെ നമ്മൾ പോയി വന്ന ഘാട്ട്. അപ്പോൾ നമുക്ക് ബ്രഹ്മഘാട്ടിലോട്ട് പോവാം. മണികർണിക ഘാട്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ടൊരു അമ്പലമുണ്ട് അല്ലേ? ശരിക്കില്ലേ ഈ ജൂലൈ ജൂൺ മാസത്തിലൊക്കെ വെള്ളം കയറുമ്പോൾ ഇതിൻ്റെ ആ മുകളിലത്തെ കൊടിയുടെ പിടി കണ്ട അവിടം വരെ വെള്ളം കയറും. കണ്ട ആ കളർ വ്യത്യാസം അവിടെ കാണാൻ പറ്റും നമുക്ക്. അവിടം വരെ വെള്ളം കയറും. അത്ര ഹൈറ്റിലാണ് വെള്ളം കയറുന്നത്. ഇതാണ് പഞ്ചഗംഗാ ഘാട്ട്. ഇപ്പോൾ ഞങ്ങൾ സെപ്റ്റംബറിൽ തീർത്ത് കൊടുക്കാൻ വന്നപ്പോൾ അവിടെ നിന്നാണ് തീർത്ത് കൊടുത്തത്. അത്രയും വെള്ളം ഉണ്ടായിരുന്നു. നല്ല ഹൈറ്റിൽ വെള്ളം. അപ്പം എത്ര വെള്ളം പൊങ്ങിയിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലാക്കാം. നല്ല വെള്ളം ഉണ്ടായിരുന്നു. അവിടം വരെ വെള്ളം. ഇത് ഗോകർണമഠത്തിൻ്റെ ഇതാണ് ശ്രീമഠം. ഇത് നമ്മുടെ കാശിമഠത്തിലേക്ക് നമ്മൾ നടക്കുകയാണ്. ഇപ്പം എത്തും നമ്മൾ. കാശിമഠമാണ് ബ്രഹ്മഘാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. GSB സമുദായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് കാശിമഠം. ഇവിടെ പിള്ളേർ കുളിക്കലുണ്ട്. മുതൽമുതൽ കുളിക്കലുണ്ട് രാത്രിയിൽ. നമ്മുടെ ശങ്കരാചാര്യരുടെ സ്തൂപമാണ് കണ്ട. ബാക്കി എല്ലാ സ്ഥലത്തും ശങ്കരാചാര്യം ഭയങ്കര മെയിനാണ്. കേദാർനാഥില്, പിന്നെ ഇവിടെ ബദ്രിനാഥില്, അതെ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പൊ സ്തൂപങ്ങൾ തന്നെ ഉണ്ട് കുറെ. നമുക്ക് അഭിമാനിക്കാവുന്ന നമ്മുടെ കാലടിയിലുള്ള ശങ്കരാചാര്യ. ഇത് ഗേറ്റ് 1 ഗേറ്റ് 1 നമുക്ക് നേരെ ഭഗവാന്റെ കാണാം. അങ്ങോട്ടേക്ക് മൊബൈൽ അലൗഡ് അല്ല. ഗേറ്റ് നമ്പർ 1 നമുക്ക് കാണാവുന്നതാണ്.
നമ്മള് ലസ്സി കുടിക്കാനായിട്ട് ഒരു കടയിൽ കയറി ഇരിക്കുന്നത്. ഇതാണ് ലസ്സി. ഗായ്സ്, അപ്പോൾ നമ്മളിനി റൂമിലോട്ട് പോകണേണ്. നീ പോയിട്ട് വേണം ഫുഡ് കഴിക്കാനല്ലേ? അതെ അതെ, ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് കഴിക്കണം. ഇതിൻ്റെ തിരക്ക് ഇവിടെയാണ്. കണ്ട നല്ല തിരക്കുണ്ട് പുറകിൽ. നമ്മുടെ മുമ്പിൽ തിരക്കുണ്ട്. അതെ, ബാക്കിൽ തിരക്കില്ല. തിരക്ക്. നല്ല തിരക്കാണ്, മുമ്പിൽ നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ടുക്ക് കിട്ടും, അതിന് പോകണം. അവിടെ നിന്ന് നമ്മുടെ മുറിയിലെത്താൻ നമുക്ക് സാധിക്കും. ഇവിടെ നല്ല ഹോണടിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലെത്തി. ഇന്ന് നമുക്ക് പച്ചക്കറി മേടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ കുറച്ച് വൈകിപ്പോയി അല്ലേ? അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. ഇപ്പം ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണം നാളത്തേക്കായിട്ട്. നേരത്തെ തന്നെ നമ്മൾ ഇഡ്ഡലിയുടെ മാവൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പം ഇഡ്ഡലി ഉണ്ടാക്കണം. അപ്പം ഇനി ഏതായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിക്കുക. ഇന്നത്തെ വീഡിയോക്ക് കുറച്ച് ലെങ്ത് ചിലപ്പോൾ കൂടുതലുണ്ടാവും, കാരണം ഗംഗാരതിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ.